ഇത് ആനക്കയം വെള്ളച്ചാട്ടമാണ് താങ്ങുന്നുണ്ടാണ്. അതിനായിട്ട് വെള്ളച്ചാട്ടമല്ല, ഇതൊരു നല്ല ഫുട്ബോൾ കുഴപ്പമില്ല. ആളുകളെ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ജോലിയാണ്. ആ സൈഡിൽ കരിങ്കുരങ്ങനെ കാണാൻ പറ്റി. പക്ഷെ അത് ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്നുള്ളത് അറിഞ്ഞൂടാ. നമ്മുടെ അടുത്ത വ്യൂ പോയിന്റ് ആയിരുന്നു ഇത്. ഷോളാർ ഡാമിൻ്റെ സ്പിൻവേ ആണ് ഈ കാണുന്നത്. താഴെയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ കാണുന്നത് ഈ പൈപ്പിലൂടെയാണ് ജലം കൊണ്ടുപോയി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഷോളയാർ ഡാമാണ് ഈ കാണുന്നത് കേട്ടോ. നമ്മളിവിടെ ചേട്ടന്മാർ വണ്ടി ഒതുക്കി തന്നിട്ടുണ്ട് ഫോട്ടോ എടുക്കുന്നവർക്ക് എടുക്കാനൊക്കെ ആയിട്ട്. നമ്മൾ ഇറങ്ങുന്നില്ല. ഇവിടെ നിന്ന് കാണുന്നതിന് കുറച്ചുകൂടി വ്യൂ കിട്ടുക. ഇതിനോട് ഹൈറ്റ് ഉണ്ടല്ലോ, ഇറങ്ങിയാലും കുറച്ച് വ്യൂ പോവുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇറങ്ങിയില്ല. വില്ലനായ മഴ വീണ്ടും വരുന്നുണ്ട്. ഏകദേശം ഉച്ച കഴിഞ്ഞ് മിക്കവാറും ട്രിപ്പ് എങ്ങനെയായിരിക്കും എന്ന് കണ്ടിറങ്ങേണ്ടതായിരിക്കും. അല്ല ഏട്ടാ, ഷട്ടറിന്റെ ഭാഗം അവിടെയാണ്. നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുമെന്ന് കാണാൻ പറ്റുമല്ലേ? അങ്ങ് ദൂരെ ഷട്ടർ തുറക്കണ വ്യൂ കാണാം കേട്ടോ. ഇവിടുന്ന് വ്യൂ അടിപൊളിയാ. ശരിക്കും ഇപ്പൊ വണ്ടിയിൽ ഇരുന്ന് തന്നെ കാണുന്ന കേട്ടോ, അടിപൊളി. ഓ അത് കാണാൻ പറ്റും. നമ്മുടെ നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താറായി. കൃഷിസ്ഥലങ്ങളൊക്കെ ആയിട്ട് ഓരോന്ന് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഈ സൈഡ് കാണുന്നത് കംപ്ലീറ്റ് കാപ്പിത്തോട്ടങ്ങളായിരുന്നു. നമ്മൾ പോന്നു കഴിഞ്ഞപ്പോൾ ഓപ്പോസിറ്റ് ഒരു ബസ് വന്നാണ്. കുറേ റിവേഴ്സ് എടുക്കുകയാണ് കേട്ടോ. നമ്മുടെ പുറകെ കുറേ വണ്ടികളുണ്ട്. അപ്പോൾ ഒറ്റയ്ക്കുള്ളത് ഈ വണ്ടിയാണ്. ആ ചേട്ടൻ റിവേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ് കയറി പോകാനായിട്ട്. ഈ വണ്ടി നമ്മുടെ കൂടെ തന്നെ ഉള്ളതാണ്. നമ്മളിപ്പോൾ അങ്ങനെ ഭക്ഷണം കഴിക്കാനാണ് ആദ്യം പോകുന്നത്.
ഓൾമോസ്റ്റ് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തൊക്കെ എത്തി കേട്ടോ. ഈ ട്രിപ്പിൻ്റെ എൻഡിങ്ങിലെത്തി. ഭക്ഷണം കഴിക്കാനാണ്. ചെറിയ ചെറിയ ഹോട്ടലുകളാണ് അവിടെ. ഉണ്ടോ ഉള്ളത് കഴിക്കാം, അല്ലാതെ കിട്ടുന്ന വേറെ പ്രതീക്ഷിക്കും. അവർ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഫുഡിൻ്റെ കേസിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ ഒരു ഒത്തിരി ആളുകൾ വന്നതിൻ്റെ ഒരു ഷോട്ട്. ഏതായാലും ഞങ്ങൾ ചെറിയൊരു ഹോട്ടൽ കണ്ടുപിടിച്ച് ഫുഡ് കഴിക്കാൻ പോവാണ്. ഞങ്ങളിപ്പോൾ ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കുകയാണ്. രാവിലെ ശരിക്കും നമ്മൾ ഭക്ഷണം കഴിച്ചില്ല അല്ലേ. ഇവിടെ ഫുഡ് പൊറോട്ടയാണ് നമ്മൾ കഴിക്കുന്നത്. ഒരു കേസ് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഫുഡിൻ്റെ ഒരു കേസിൽ മാത്രം അവർക്ക് പ്ലാനിങ് ഉണ്ടായില്ല. പല ആളുകളും ദൂരെ നിന്ന് വരുന്നതുകൊണ്ട് രാവിലെ തന്നെയാണല്ലോ ടിക്കറ്റ് എടുക്കുന്നത്. ഒന്നാമത് അവര് തിരക്ക് അത്രയും കൂടെ പ്രതീക്ഷിച്ചില്ല. KSRTC അറേഞ്ച് ചെയ്യുന്നതല്ല ശരിക്കും ഇവിടുത്തെ ഫുഡ്. അവര് നമുക്ക് ട്രിപ്പായിട്ട് കൊണ്ടുവരുന്നേ ഉള്ളൂ. പക്ഷെ ഇവിടെ വന്ന ഇപ്പൊ അത്യാവശ്യം തിരക്കുണ്ടായി. എന്നാൽ രാവിലെ എല്ലാം മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു തിരക്കുണ്ടായിരുന്നു. കൊച്ചു കുട്ടികൾ വരെ വരുന്നുണ്ട് കേട്ടോ. ഫാമിലീസ് ഇഷ്ടം പോലെ വരുന്നുണ്ട്. നല്ലൊരു ട്രിപ്പ് തന്നെയാണ്. വളരെ കുറഞ്ഞൊരു പൈസക്കാണല്ലോ വരുന്നത്. നമ്മൾ സ്വന്തം വണ്ടി എടുത്തുകൊണ്ട് വരാമെന്ന് വെച്ചാൽ ഇത്രയും വ്യൂ പോയിന്റുകളൊന്നും നമ്മുടെ സ്വന്തം വണ്ടികൾ നിർത്താനുള്ള ടൈമില്ല. വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് നമ്മൾ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര ടൈമിനുള്ളിൽ നമ്മൾ കയറിക്കോണം. ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തോണം. ഇപ്പോൾ ടൈമിൻ്റെ കേസ് യാതൊരു പ്രശ്നമില്ല. ഒരാൾക്കാണെങ്കിലും ഫോട്ടോ എടുക്കാൻ ഒരു സ്ഥലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരവിടെ നിർത്തി തരും. ആ ഒരു രീതിയിലാണ്. പ്രത്യേകിച്ച് നമ്മൾ കയറിയ ബസ്സിലെ ചേട്ടന്മാർ ഭയങ്കര കമ്പനി ആയിരുന്നു അല്ലേ. അവർ നല്ല സപ്പോർട്ടിങ് ആയിരുന്നു. മലക്കപ്പാറ വന്നിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് നമ്മുടെ മൂന്നാറിനോട് സമാനമായ രീതിയിൽ ഉള്ള തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളാണ്. ടാറ്റയുടെ എസ്റ്റേറ്റ് ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ മേളിൽ നിന്ന് മയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മയിലിൻ്റെയൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങ് ദൂരെയാണ്. ഒന്നും കാണാൻ നമുക്ക് പറ്റില്ല, ക്യാമറയിൽ കാണാൻ പറ്റില്ല എന്നാട്ടോ പറഞ്ഞത്. പക്ഷെ തണുപ്പിൻ്റെ കാര്യമൊന്നും മൂന്നാറായിട്ട് കമ്പയർ ചെയ്യാൻ നേരത്ത് അതേപോലെയല്ല. സാധാരണ പല വീഡിയോസും നമ്മൾ കണ്ടിട്ടുണ്ട് നല്ല കോടയൊക്കെ ഇറങ്ങുന്നത്. നമ്മൾ തിരിച്ചു പോകുന്നവർക്ക് ചിലപ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടായിരിക്കാം. ഒരു മഴയൊക്കെ പെയ്തതിന് ചിലപ്പോൾ ഒരു കോടയൊക്കെ വന്ന് കിട്ടിയാൽ നല്ലത്. കാണാൻ നല്ല മനോഹരമായിരിക്കും. ഏതായാലും നിറയെ ആളുകളുണ്ട് കേട്ടോ. KSRTCയുടെ പുതിയ ട്രിപ്പിന്, ഈ പുതിയ സ്പെഷ്യൽ ട്രിപ്പിൻ്റെ ഭാഗമായിട്ടും നിറയെ ആളുകളാണ്. നമ്മളപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു വന്നിട്ട് നമ്മൾ തമിഴ്നാട് ചെക്ക് പോസ്റ്റാണ് കാണുന്നത്. അതിനോട് ചേർന്ന് തന്നെ ഇതേപോലെ ഒരു വ്യൂ ഒക്കെ കാണാൻ പറ്റും. മേളിലേക്ക് കയറാൻ പറ്റിയ സ്ഥലമുണ്ട്. പകുതിയെ ഞാൻ കയറിയുള്ളൂ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ചില കാരണം കൊണ്ട് ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യാതെ പോരേണ്ടി വരുന്നത്. എന്ന് വെച്ചാൽ കോവിഡ് വന്നതിൻ്റെ ഇതിൽ അണപ്പും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കൂടുതലായിരുന്നു. അതിൽ ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതേ പ്രശ്നം തന്നെ. നമ്മൾ വലിയ വലിയ ട്രിപ്പുകളെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത് കുറച്ച് കഴിഞ്ഞിട്ടുള്ളൂ. ഈ ഒരു ബോഡി ഒന്ന് ഓക്കെ ആയതിന് ശേഷം. ഈ ചെക്ക് പോസ്റ്റിന് അപ്പുറത്തേക്ക് ആരും പോരുന്നുണ്ടാണ് പറഞ്ഞത്. അവിടെ ഒന്ന് വീഡിയോ എടുക്കാനോ ചെയ്തിട്ടുണ്ടെങ്കിൽ തമിഴ്നാട് പോലീസുമാർ ചീത്ത പറയുന്നതായിരിക്കും. ഞങ്ങളങ്ങനെ ഓടിക്കൊക്കെ ഉണ്ടായിരുന്നു. ക്ലൈമറ്റ് ഏതായാലും ഉച്ച കഴിഞ്ഞ് നല്ല ക്ലൈമറ്റ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. കാര്യം അതേപോലെയൊക്കെ ചില സ്ഥലങ്ങളിൽ കോടയൊക്കെ കയറി വരുന്നത് കാണുന്നുണ്ട്. ഈ ട്രിപ്പിനായിട്ട് വരുന്നവർ കൂടുതലും ഭക്ഷണം കൊണ്ടുവരികയാണെങ്കിൽ അത്രയും നന്നായിരിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് വരാൻ നേരത്ത് ആൾക്കാർ എത്രയുണ്ടെന്ന് പറയാൻ പറ്റില്ല. അത്രയധികം ആൾക്കാരുണ്ട്. അത് കൂടാതെ അല്ലാത്ത സഞ്ചാരികൾ വരുന്നുണ്ടല്ലോ. ചെറിയ ചെറിയ ഹോട്ടലുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഫുഡ് തീർന്നു പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഫുഡ് എല്ലാവരും കൊണ്ടുവരാൻ നോക്കുക. നമ്മുടെ വണ്ടി അതെല്ലാം ഇവിടെ നിന്ന് എടുക്കാൻ നേരമായി. പയ്യെ ഇറങ്ങി അങ്ങ് പോവാം. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വരാമെന്ന് വന്ന് നമ്മൾ തിരിച്ചു പോവുകയാണ്. പ്രമുഖ 4 ചാനലുകളുടെ വണ്ടികൾ ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. തമിഴ്നാട്ടിലേക്ക് ഇപ്പോഴും ഇതിലെ കടത്തി വിടണമെന്നുള്ളൊരു പരാതി തുടർന്ന് അവർ റിപ്പോർട്ട് ചെയ്യാനായിട്ട് ചാനലുകളെല്ലാം വന്നിട്ടുണ്ട്.
മിക്കവാറും ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും നല്ല കോട കിട്ടാൻ നല്ലൊരു ചാൻസ് ഉണ്ട്. നല്ല രീതിയിൽ കോടയായി വരുന്നുണ്ട് ഇവിടെയൊക്കെ. അല്ലേ കഴിഞ്ഞ പ്രാവശ്യം വെള്ളപ്പൊക്കം മരം വന്നൊക്കെ തടഞ്ഞ ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നു. തേൻ, തേയില അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ ഇവിടെ അധികം ഷോപ്പുകളൊക്കെ ഉണ്ട്. ഷോപ്പുകളിൽ നിന്നൊക്കെ മേടിക്കാം. നമ്മുടെ മൂന്നാർ ട്രിപ്പിൽ ഞാൻ കുറച്ച് തേയില മേടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ നിന്ന് ഞാൻ മേടിക്കുന്നില്ല. തലയാറ് ടീ കുറച്ച് മേടിച്ചു. അപ്പോൾ വീഡിയോയിൽ കാണിച്ചില്ല. ഞാൻ പറഞ്ഞില്ല, ടയർഡായി പോയതുകൊണ്ടാണ്. അങ്ങനെ നമ്മുടെ മലക്കപ്പാറയിൽ ഒറ്റയാന അവിടെ വെച്ച് കണ്ടോ. നമ്മുടെ FB പേജൊക്കെ ഉണ്ട്. ട്രിപ്പിൽ ലാസ്റ്റ് നിമിഷത്തിലായിട്ട് ആനേനെ കാണാൻ കഴിയുന്നത്. അങ്ങ് ദൂരെ നിങ്ങൾ സൂക്ഷിച്ചൊക്കെ അറിയാൻ പറ്റും. ഒരു ആനയുണ്ട് അവിടെ. ഇങ്ങോട്ട് വരുന്നുണ്ട്.